വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഷെഡ്യൂളിൽ നിരവധി തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 7-ാം തീയതി വരും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 17-ാം തീയതിയിലേക്കൊക്കെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടുള്ള പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യം ലൈക്കും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയുന്ന അവതരണം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നേരത്തെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ഓഗസ്റ്റ് മാസം 7-ന് വരുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി അറിയിച്ചത്. ഇപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് മാസം 17-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 17-ന് മാത്രമേ അലോട്ട്മെൻറ്റ് വരൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 3 മുതലായിരുന്നു തുടങ്ങിയത്. ഓഗസ്റ്റ് മാസം 11 വരെ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടുവാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് വരുന്നത്, കമ്മ്യൂണിറ്റി കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് മാസം 14-നാണ്. അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് 18 to 19 തീയതികളിലാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം 17-നൊക്കെയാണെന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുന്നു. നേരത്തെ ഓഗസ്റ്റ് മാസം 7-നായിരുന്നു. ഇപ്പോൾ അത് ഓഗസ്റ്റ് മാസം 17, 10 ദിവസത്തെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഓണം വെക്കേഷന് ശേഷമായിരിക്കും. കാരണം സ്പോട്ട് അഡ്മിഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഒൺലി ആഫ്റ്റർ ഓണം വെക്കേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടത്തുക എന്നുള്ളത് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നിലവിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പോ എൻക്വയറീസോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറുകളിലേക്ക് ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയ കാണുന്നതിന് മിസ്കൃത ഫൗണ്ടർ സ്ക്രിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.